ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം. അതിലൊരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നൊരു വ്യക്തിയാണ്. അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എലൈറ്റ് എന്നൊരു ഹോട്ടലിലാണ് സ്ഥിരം താമസിക്കുന്നത്. അവിടെ ഒരു മാനേജറുണ്ട്, ഒരു മുരളി എന്ന് പറഞ്ഞാൽ. അദ്ദേഹമാണ് ഞാനൊരു വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ വിളിച്ച് പറയും, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് നല്ല റൂമൊക്കെ പുള്ളി ഇട്ടേക്കും. ക്ഷേത്രത്തിൽ ദർശനത്തിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അങ്ങനെ എൻ്റെ വിവാഹത്തിന് ഞാൻ എലൈറ്റിലാണ് ഫിക്സ് ചെയ്തത്. ഈ മുരളിയാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് വിവാഹത്തിൻ്റെ വേണ്ട. അപ്പോൾ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ജയറാമും അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ ജോഷിയേട്ടൻ, ബാലങ്കൻ നായർ, സോമേട്ടൻ, അവരൊക്കെ എന്നെക്കാളും കൂടുതൽ എളുപ്പം എൻ്റെ ഫാദറിലെ ആയിട്ടായിരുന്നു. അവരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുരളി എന്ന് പറഞ്ഞ ആളാണ് ഇതിന് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ജയറാം എൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പി, അപ്പം ഞാനും ജയറാമായിട്ടാണ് ഏറ്റവും അടുപ്പം. അപ്പം തമ്പി, ഞാൻ എൻ്റെ വിവാഹവും ഞാൻ ഇവിടെ വെച്ചാണ് എനിക്ക് നടത്തുന്നത്, ഗുരുവായൂർ വെച്ച്. ഞാൻ അങ്ങ് നേരത്തെ ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പം ജയറാമും പാർവതിയായിട്ട് വലിയ അടുപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം എൻ്റെ കല്യാണം ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, തമ്പി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരണം. ഞങ്ങൾക്കെല്ലാം അറേഞ്ച് ചെയ്യാനോ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഞാൻ അറിയുന്നൊരു വളരെ ഖേദകരമായൊരു വാർത്ത എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ സുഹൃത്തായ മുരളി ആ എലൈറ്റ് ഹോട്ടലിൻ്റെ മുകളിലെ ടെറസിൽ നിന്നും താഴെ വീണ് മരണപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് ജയറാമിൻ്റെ വിവാഹം ഇതേപോലെ ജയറാം പറഞ്ഞതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞു ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പോൾ രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഗുരുവായൂർ വെച്ച് ജയറാമിൻ്റെ വിവാഹം നടക്കുന്ന അന്നാണ് എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ മകളുടെ ചോറൂണ്. രണ്ടും ഒരു ദിവസം ഗുരുവായൂർ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ എൻ്റെ എൻ്റെ വിവാഹം നടന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴും അടുത്തൊരു സിനിമയുടെ കാര്യമൊന്നും ആവുന്നില്ല. പല സിനിമകളും ഇങ്ങനെ ചർച്ചകളൊക്കെ വരുന്നെങ്കിലും അതൊന്നും മുന്നോട്ട് പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഒരു മറുപുറം എന്ന് പറഞ്ഞത്. ആ മറുപുറം സിനിമ കഴിഞ്ഞ് മറ്റൊരു മറുപുറത്തിലേക്കാണ് എൻ്റെ ജീവിതം മറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമയുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വിറ്റ്നസ് എന്ന സിനിമ, രണ്ടാമത്തെ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എല്ലാ സിനിമയും കാണുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും പുതിയ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ അദ്ദേഹം തീർച്ചയായിട്ടും കണ്ടിരിക്കും. അങ്ങനെ വിറ്റ്നസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസർ നന്ദകുമാർ, അദ്ദേഹത്തിന് അതിന് മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്. തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സിനിമയും, പിന്നെ മുദ്ര എന്നൊരു സിനിമയും. അതിൻ്റെ പ്രൊഡ്യൂസറായ നന്ദകുമാറിനെ എൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്, ഒരു പടം ചെയ്യണം, അങ്ങനെ മമ്മൂക്കയെ വെച്ചിട്ട് പടം ചെയ്യണം. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം എൻ്റെ രണ്ടാമത്തെ പടം കഴിഞ്ഞ സമയത്താണ് ഞാൻ പറയുന്നത്. വിറ്റ്നസ് കഴിഞ്ഞ ഉടൻ അടുത്ത സിനിമയുടെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഗ്യാപ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആരെ കൊണ്ട് എഴുതിക്കണമെന്ന് ചർച്ച ചെയ്തു. ആ സമയത്താണ് ചാണക്യൻ എന്നൊരു സിനിമയിലൂടെ സാബ് ജോൺ എന്ന് പറഞ്ഞൊരു റൈറ്റർ മലയാളത്തിലേക്ക് വരുന്നത്. സാബ് ജോണും ആലപ്പുഴക്കാരനാണ്, നന്ദകുമാറും ആലപ്പുഴക്കാരനാണ്. അപ്പോൾ നന്ദകുമാറിനും സാബ് ജോണും തമ്മിൽ പരിചയമുണ്ട്. അപ്പോൾ സാബ് ജോണിനെ കൊണ്ട് എഴുതിക്കാം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നു, സാബുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷത്തെ പ്രോസസ്സാണ്. പല കഥകളും ഞാനും സാബും പല സ്ഥലത്തിരുന്ന് ഉണ്ടാക്കും. അതെവിടെയും ചെന്ന് മമ്മൂക്ക ഉള്ള ലൊക്കേഷനിൽ ചെന്ന് പറയും, പുള്ളി അത് വേണ്ട, അതിങ്ങനെ മാറ്റ് അങ്ങനെ ഒരു 5-6 കഥകൾ പറഞ്ഞു. ഏകദേശം സാബും മാനസികമായിട്ട് പുള്ളി ഒന്ന് വല്ലാതായി. ഏത് കഥ പറഞ്ഞാലും മമ്മൂക്ക അതിൽ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാബ് മമ്മൂക്ക വേറെന്തോ മനസ്സിൽ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം മമ്മൂക്കയുടെ യൂഷ്വൽ പാറ്റേണിലുള്ള സിനിമകളാണ്. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജേണറിൽപ്പെട്ട സിനിമകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ സാബ് പറഞ്ഞത്, നമുക്കൊന്ന് ആലോചിക്കാം. സാബ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി, ഒരു 4 വരി പറഞ്ഞൊരു കഥ, അത് വളരെ രസകരമായിട്ട് തോന്നി. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയാണ്, ഒരു പലായനത്തിൻ്റെ കഥയാണ്. അതായത് ഒരു 4-5 ആളിൻ്റെ ബലവും 6 വയസ്സുകാരൻ്റെ ബുദ്ധിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഉർമീസ്. ആ ഉർമീസൊക്കെ പിന്നിട്ട പേരാണ്. ഞാൻ പറഞ്ഞത് ഒരു അമ്മയും മകനുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ്റെ ആണ് ആ ഷോർട്ട് സ്റ്റോറി. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആ ഒരു കഥ വർക്കൗട്ട് ചെയ്ത്
ഇപ്പോൾ അപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഒരു വിറ്റ്നസ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. കുറേ കഥകൾ നമുക്കടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ കഥ അപ്പോൾ സാബ് പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് തമ്പി, ഇനി എൻ്റെ അടുത്ത് പറയരുത്, കാര്യം എനിക്കിനി ഇനി വയ്യ, കാരണം ഇത് ഇങ്ങനെ നമ്മളൊരു വല്ലാത്തൊരു പ്രോസസ്സാണ്. പക്ഷേ ഞാൻ ഇതും കൂടെ പോയി പറയാം, ഇതില്ലെങ്കിൽ വിടാൻ നോക്ക് പോട്ടെ, ഇതും കൂടെ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സംഭവമേ നമുക്ക് വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ കഥയുമായിട്ട് മമ്മൂക്കയെ കാണാൻ പോവാം. അത് ഈ പറഞ്ഞ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്താണ്. അപ്പം ഞാൻ സാബിനും അറിയാം, കാരണം എനിക്കൊരു പടം ചെയ്തേ പറ്റൂ, എനിക്കൊരു പടം ചെയ്യേണ്ട അത്യാവശ്യമാണെന്നുള്ള സാബിനും അറിയാമെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ സാബ് വരാം. അപ്പോൾ സാബ് സമയത്ത് കമലഹാസനുമായിട്ട് സാബ് വലിയ അടുപ്പമായി. ചാണക്യൻ കഴിഞ്ഞു, കമലഹാസൻ്റെ 1-2 തമിഴ് പ്രോജക്റ്റുകളൊക്കെ സാബ് ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത്, സാബ് ഇങ്ങനെ കുറച്ച് നല്ല തിരക്കുള്ള സമയമാണ്. പക്ഷേ ഞാനുമായിട്ടൊരു അടുപ്പം കൊണ്ടും അപ്പോൾ മമ്മൂക്കയുടെ ഒരു പടം എന്നുള്ളത് കൊണ്ടും ആണ് സാബ് ഇതിനു വേണ്ടി തയ്യാറായത്. അങ്ങനെ ഞാനും സാബ് ജോണും കൂടെ ചെന്ന് മമ്മൂക്കയുടെ ഈ കഥ പറയാം. മമ്മൂക്ക പറഞ്ഞ്, ഇങ്ങനത്തെ ഒരു കഥ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നിങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂഷ്വൽ സിനിമകളുടെ രീതിയിലുള്ള സിനിമയാണ്. നമുക്കതിൽ നിന്നൊരു മാറ്റിയൊരു സിനിമ ഇത് ചെയ്യും, ഇത് നിങ്ങൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങുമായിട്ട് സാബ് പോയി. അതിൻ്റെ ഒരു സമയം, ആ സമയം ഈ പറഞ്ഞ എൻ്റെ വിവാഹം കഴിഞ്ഞ ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് സ്ക്രിപ്റ്റ് വഴി നമുക്ക് ഡേറ്റൊന്നും തന്നിട്ടില്ല, നമുക്ക് അന്ന് വലിയ തിരക്കുള്ള ആളാണ്, പുള്ളി ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും കലു ഡെന്നീസ് ഒരു ദിവസം എന്നെ വിളിക്കുന്നു, തമ്പി നമുക്കൊരു ചെറിയ പടം ചെയ്താലോ ഒന്ന്. അപ്പോൾ എനിക്കൊരു പടം ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒന്നാമതെൻ്റെ കല്യാണവും കഴിഞ്ഞു, നിൽക്കുന്നു, ഒരു പടമില്ല. ആരും ചോദിച്ചാൽ ആരും ചെല്ലുമ്പോൾ അടുത്ത പടം ഏതാ പറയാൻ പടമില്ല, ആ ഒരവസ്ഥയാണ്. അതെനിക്ക് വലിയൊരു ചമ്മലും. അപ്പോൾ ഡെന്നിച്ചൻ പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു ദൈവവിളി പോലെയാണ് ഡെന്നിച്ചൻ്റെ ആ ഫോൺ കോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നേരെ എറണാകുളത്ത് വരുന്നു, ഡെന്നിച്ചനെ കണ്ടു. ഡെന്നിച്ചൻ പറഞ്ഞപ്പോൾ സിമ്പിൾ ബഷീർ എന്ന് പറഞ്ഞ് അദ്ദേഹം മിമിക്സ് പരേഡ് എന്നൊക്കെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്, അദ്ദേഹത്തിന് വേണ്ടി ഒരു പടം. അപ്പോൾ ഡെന്നിച്ചനെ സംബന്ധിച്ചിടത്തോളം ഡെന്നിച്ചൻ അന്ന് ഏറ്റവും ബിസി ആയിട്ടുള്ളൊരു ആളാണ്. ഡെന്നിച്ചനാണ് സിനിമകൾ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഒരു 4-5 സ്ക്രിപ്റ്റൊക്കെ ഒരു സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അദ്ദേഹം ഓരോ പ്രോജക്റ്റുകൾ, അവർക്ക് പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ്, ഇങ്ങനെ പ്രോജക്റ്റ്, ആ പ്രൊഡ്യൂസേഴ്സ്, ഇന്ന ആൾക്ക് വേണ്ടി പടം, അങ്ങനെ ആ ഒരു അവസ്ഥ. മാതാ ടൂറിസ്റ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം കേന്ദ്രമുണ്ട് കലൂർ. അവിടെ ഇരുന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ പല പ്രോജക്റ്റുകളിലും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു സംഭവം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ തമ്പി നമുക്ക് ഒരു കഥ, ഇങ്ങനെ ഒരു ഐഡിയ, എനിക്കൊരു ഐഡിയ പറഞ്ഞു, നല്ല രസമുള്ളൊരു ഐഡിയ പറഞ്ഞു, ഇത് ഹ്യൂമർ, മൊത്തം കോമഡി. അപ്പോൾ അത് നമുക്ക് ജയറാമിനെയും മുകേഷിനെയും വെച്ച് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ജയറാമിനോടൊക്കെ സംസാരിച്ചപ്പോൾ ജയറാം കുറേ പടങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, ഉടനെ ഒന്നും നടക്കില്ല. മുകേഷിനും കുറേ പടങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം സിമ്പിൾ ബഷീർ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഉടൻ ചെയ്യണം. അതെനിക്ക് തോന്നുന്നൊരു ഒരു മെയ് ജൂൺ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമുക്ക് ഈ വർഷം പടം തുടങ്ങണം, ഈ വർഷം ഇറങ്ങണം. അപ്പം ബഷീർക്കെ സംബന്ധിച്ചിടത്തോളം ബഷീർക്ക് അങ്ങനെ കുറച്ച് പിടിവാശിയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഡെന്നിച്ചൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്കിപ്പം ജയറാം മുകേഷും ഇല്ലെങ്കിൽ. അപ്പോൾ ആ സമയത്താണ് മിമിക്സ് പരേഡ് ഒരു ഗ്രൂപ്പ് കളികളിൽ കുറേ ആൾക്കാർ, അതായത് ഈ ജഗദീഷ്, സിദ്ദിഖ്, അങ്ങനെ കുറേ ഗ്രൂപ്പ് കളികളിൽ ഹരിഹർ നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമ മുകേഷൊക്കെ ഉണ്ടതിൽ നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ ജഗദീഷിനെയും സിദ്ദിഖിനെയും നായകന്മാരാക്കി ആലോചിച്ചാലോ. അതായത് സിദ്ദിഖിനെ എനിക്കറിയാം, സിദ്ദിഖ് എൻ്റെ സിനിമകളിലെല്ലാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജഗദീഷുമായിട്ടും എനിക്ക് വളരെ വർഷങ്ങളുടെ അടുപ്പമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, അതായത് സംവിധായകനാകുന്നതിന് മുമ്പ് തൊട്ടുള്ള അടുപ്പം ജഗദീഷുമായിട്ടും എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് സിദ്ദിഖിനെയും ജഗദീഷിനെയും നായകന്മാരാക്കി, അപ്പോൾ അവർ ഈ കൂട്ടക്കളികളിലൊക്കെ ഉണ്ടെങ്കിലും ഒരു നായിക കഥാപാത്രമായിട്ട് അവരെ എങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും, അവർ വന്നാൽ എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഡെന്നിച്ചിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെന്നിച്ച് ഈ വിഷയം സിമ്പിൾ ബഷീറിനോട് പറഞ്ഞപ്പം ബഷീർ പറഞ്ഞ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെറിയ ബഡ്ജറ്റ് തീർക്കണം, വളരെ കൊച്ചു പടമായിരിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ജയറാമും മുകേഷും ഇല്ല, ഇവരാണെന്നുണ്ടാൽ ബഡ്ജറ്റ് വീണ്ടും താക്കണം, ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റ് പടം തീർക്കാമെങ്കിൽ മുമ്പോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെന്നിച്ചിനോട് ആലോചിച്ചു. അങ്ങനെ സിദ്ദിഖും ജഗദീഷും നായകന്മാരായിട്ട് കുണുക്കിട്ട കോഴി എന്നൊരു സിനിമ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനെ 14 ദിവസം കൊണ്ട് ആ പടം ഷൂട്ടിങ് തീർത്തു. കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. 2 നായികമാർ ആലോചിച്ചു,
ഉർവശിയെയും പാർവതിയാണ് നായികമാരെ ആലോചിച്ചത്. കാരണം സിദ്ദിഖും ജഗദീഷും ഇങ്ങനെ കയറി വരുന്നവരായതുകൊണ്ട് ഹീറോയിൻസ് കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഉർവശിയെയും പാർവതിയെയും നായികമാരായിട്ട് നിശ്ചയിച്ചു. അതിൽ പക്ഷേ ഉർവശി ലാസ്റ്റ് മിനിറ്റിൽ ഉർവശി മാറിക്കളഞ്ഞു. ഉർവശി വേറൊരു പടത്തിൻ്റെ ഫിനിഷിങ് ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഉർവശി മാറി. പാർവതി അഭിനയിച്ചു. ഉർവശിക്ക് പകരം രൂപിണി എന്ന് പറഞ്ഞ അന്ന് മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ അഭിനയിച്ചൊരു നായിക അവർ വന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കോഴിക്കോട് ആ പടം തീർത്തു. ആ പടം വലിയ സൂപ്പർ ഹിറ്റായി. അത് ഈ ഒരു ഗ്യാപ്പ്, എൻ്റെ ഒരു ഗ്യാപ്പ് അതിനുശേഷം അതേ സമയത്ത് തന്നെ കുണുക്കെട്ട് കോഴിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് സൂര്യമാനസത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. സൂര്യമാനസത്തിൻ്റെ ഷെഡ്യൂൾ ആരംഭിക്കുന്നു. കൂനൂരാണ് ആ പടം പ്രധാന ലൊക്കേഷനായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് ആ സിനിമയിലെ ചർച്ചകളിൽ ആരൊക്കെ അഭിനയിക്കണം, ആരൊക്കെ ആയിരിക്കണം ടെക്നീഷ്യൻസ് എന്നൊക്കെ ഒരു ചർച്ചകൾ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ഈ മമ്മൂക്കയുടെ ഉർമീസിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ അന്ന് മലയാളത്തിൽ ഇപ്പോൾ ലളിത ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സുമാരി ചേച്ചിയുണ്ട്, അങ്ങനെയുള്ള പല ആൾക്കാർക്കും ആ ക്യാരക്ടർ ഓക്കെ ആവും. പക്ഷെ അവരൊക്കെ ചെയ്യുമ്പോൾ അതൊരു യൂഷ്വൽ പാറ്റേൺ ആയി പോവും. ഒരു മാറിയ ഒരു ആൾ വേണം എന്നിങ്ങനൊരു ആലോചന വന്നു. അങ്ങനെ ഡിസ്കഷനിൽ വന്നതാണ് ഒരു സമയത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ നായികയായിരുന്ന ശിവാജി ഗണേശൻ്റെയും MGRൻ്റെയും അതുപോലെ നാഗേശ്വര റാവുവിൻ്റെയും ഒരു ഹിന്ദിയിലൊക്കെ തന്നെ നായികയായിരുന്ന ഷൗക്കാർ ജാനകി. ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് ആ സമയത്ത് സിനിമയിൽ നിന്നെല്ലാം മാറി ചില ബിസിനസ്സും കാര്യങ്ങളായിട്ടൊക്കെ അവർ മദ്രാസിൽ കഴിയുകയാണ്. സിനിമ പൂർണ്ണമായും വിട്ടൊരവസ്ഥയാണ് അവർ. അങ്ങനെ ആ സമയത്ത് ഷൗക്കാർ ജാനിയുടെ പേര് വന്നു. അപ്പോൾ അവരെ ആദ്യമായിട്ട് ഞാൻ കാണാൻ പോവാണ്. അവരെ കാണാൻ പോയി അവരോട് ഈ കഥ പറഞ്ഞു. ഞാനും സാബ് ജോനോട് പോയി പറഞ്ഞു. അവർക്ക് ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു എന്തായാലും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അഭിനയിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഷൗക്കാർ ജാനകിയാണ് അതിലെ മമ്മൂക്കയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തത്. അതുപോലെ രഘുവരനൊരു പ്രധാന വേഷം ചെയ്തു. ജഗദീഷ് കുമാർ അതിലൊരു പ്രധാന വേഷമായിരുന്നു. ടെക്നീഷ്യൻസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും ജയനൻ മിനിസൻ്റായിരുന്നു അതിൻ്റെ ക്യാമറ. സാബു സിറിലായിരുന്നു ആർട്ട് ഡയറക്ഷൻ. ആണ് ഒരു സെറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ എഡിറ്റിംഗ് ആ സമയത്ത് ആ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ യാദൃശ്ചികമായി പരിചയപ്പെട്ടൊരു വ്യക്തിയാണ് ശ്രീകർ പ്രസാദ്. സന്തോഷ് ശിവൻ്റെ അടുത്ത സുഹൃത്താണ്. സന്തോഷ് വഴിയാണ് ഞാൻ ശ്രീകർ പ്രസാദിനെ പരിചയപ്പെടുന്നത്. ശ്രീകർ പ്രസാദ് എന്ന് പറയുന്നത് പ്രസാദ് ലാബിലെ LV പ്രസാദിൻ്റെ ഒരു കസിൻ്റെ മകനാണ്. ശ്രീകർ പ്രസാദിൻ്റെ അച്ഛൻ പ്രസിദ്ധനായ ഒരു എഡിറ്ററായിരുന്നു. LV പ്രസാദ് ലാബിൻ്റെ എല്ലാ സിനിമകളും അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈ കൊച്ചു പയ്യനാണ് ഈ ശ്രീകർ പ്രസാദ്, നാനി എന്നാണ് വിളിക്കുന്ന പുള്ളി. അങ്ങനെ സന്തോഷ് വഴി പരിചയപ്പെട്ടു. അപ്പോൾ അതിനു മുമ്പ് പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെറിയൊരു പടം ചെയ്തിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സൂര്യമാനസം എന്ന സിനിമയിൽ നാനിയെ ശ്രീകർ പ്രസാദിനെ എഡിറ്ററായിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ മ്യൂസിക് വേണം, 3 പാട്ടുകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഡിസ്കഷനും ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് ഊട്ടിയിലന്ന് മമ്മൂക്കയുടെ സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. ശശിയേട്ടൻ ISC സംവിധാനം ചെയ്ത നീലഗിരി എന്നൊരു സിനിമ. അതിൻ്റെ ലൊക്കേഷനിൽ പോയി ഇങ്ങനെ മമ്മൂക്കയായിട്ട് ഡേറ്റിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങളുടെ ലൊക്കേഷൻ നോട്ടവും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആരാ മ്യൂസിക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഞാൻ മ്യൂസിക് ഫിക്സ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ തമ്പി ഒരു കാര്യം ചെയ്യും, ഈ 2 പാട്ട് ഈ പടത്തിലെ പാട്ടൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പാട്ട് കേട്ടപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ട് പാട്ട്. പുതിയ ആളാണ്, കൊള്ളാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, വേറൊരു ബാലേന്ദ്ര സാറിൻ്റെ മമ്മൂക്ക തന്നെ അഭിനയിക്കുന്ന തമിഴ് പടമുണ്ട്. അപ്പോഴും പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന കണ്ടേ ഉള്ളൂ, അഴകൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ കക്ഷിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിലെ പാട്ടുകൾ 1-2 പാട്ടും വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ, അതും കൂടെ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ നല്ല ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ, നല്ല രസമായിട്ട് തോന്നി, നല്ല കമ്പോസിങ്. അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞ് പുള്ളിയുടെ പേര് കീരവാണി എന്നാണ്. മരതകമണി ആണ് തമിഴിൽ അറിയപ്പെടുന്നത്.
അപ്പോൾ മദ്രാസിലാണ്. അപ്പം ഞാൻ മനസ്സിൽ എന്നാൽ പുള്ളിയെ പോയി കാണാം, പുള്ളിയെ നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണ് സൂര്യമാനസത്തിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് കീരവാണിയെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ മദ്രാസ് വരുന്നു. കീരവാണി അന്ന് AVM സ്റ്റുഡിയോയിലാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അപ്പോൾ AVM സ്റ്റുഡിയോയിൽ കീരവാണിയെ വിളിച്ച് നമ്മുടെ മദ്രാസിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അവർ വിളിച്ച്. അപ്പോൾ ഞാൻ കീരവാണിയെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു ടൈം നമ്മൾ ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ കൈതപ്പുറം ആണ് പാട്ട് എഴുതുന്നത്. അദ്ദേഹം മദ്രാസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാം ഗ്രോവ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും കൈതപ്പുറവും എൻ്റെ പ്രൊഡ്യൂസറും അപ്പം കീരവാണിയെ കാണാൻ വേണ്ടി ഞങ്ങളങ്ങനെ AVM സ്റ്റുഡിയോയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അങ്ങനെ താഴെയാണ് ഇരിക്കുന്നതൊക്കെ, താഴെ ഇരുന്നൊക്കെയാണ് കമ്പോസ് ചെയ്യുന്നത്. നല്ല ചെറുപ്പക്കാരൻ, നല്ല ഒരു വളരെ എനർജറ്റിക് ആയിട്ടൊരു ചെറുപ്പക്കാരൻ. പുള്ളിയുടെ ഒരു ആദ്യം അവർക്ക് ഈ തെലുങ്ക് ചില സിസ്റ്റമൊക്കെ ഉണ്ട്, വിളക്കൊക്കെ എത്തിച്ച് വെച്ച് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ഒരു നാളികേരമൊക്കെ ഉടച്ചിട്ടൊക്കെയാണ് കഥ പറയാതിരിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞു, സാബ് കഥ പറഞ്ഞു, ഞങ്ങളെല്ലാം കഥ പറഞ്ഞു. 3 പാട്ടിൻ്റെ സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഒരാഴ്ചത്തെ സമയമാണെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താ, കഥ പറയുന്നു, നാളെ ഇരുന്നിട്ട് കമ്പോസ് ചെയ്യുന്നു, അപ്പോൾ അടുത്ത റെക്കോർഡിങ് കാര്യങ്ങളിലായിരിക്കും പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അപ്പം അതിനുവേണ്ടിയാണ് കൈതപ്പുറവും വന്നിരിക്കുന്നത്. സിറ്റുവേഷനായി ഇനി അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞാലേ പാട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് ഒരാഴ്ച സമയം വേണം, നെക്സ്റ്റ് വീക്ക് പാക്കലാം സാർന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പം എന്ത് ചെയ്യും ഇപ്പം. അപ്പോൾ ഞങ്ങളതിൻ്റെ ബാക്കി കുറേ അറേഞ്ച്മെൻറ്റ്സ്, മറ്റേ ലൊക്കേഷൻ കുറച്ചൊക്കെ കാണണം, കാര്യങ്ങൾ കുറച്ച് മദ്രാസ് ഷൂട്ടിംഗ് ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്തായാലും ഒരാഴ്ച പോയിട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ തങ്ങി. അപ്പം കൈതപ്പുറത്തിന് വേറെ എന്തെങ്കിലും പാട്ടുകൾ എഴുതി തീർക്കാറുണ്ട്, ആ പരിപാടിയുണ്ട്, കൈതപ്പുറമുണ്ട്. അപ്പോൾ ഒരാഴ്ച മുന്നേ ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൽ ഇതുപോലെ ഞാനും കൈതപ്പുറം തിരുമേനിയും പ്രൊഡ്യൂസറും കൂടെ ഇദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ചെന്നു. പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുന്നു. അതുപോലെ ഈ പറഞ്ഞ പോലെ അന്നതുപോലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ അദ്ദേഹം ഹാർമോണിയം പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോ ട്യൂണായിട്ട്, അതിലേറ്റവും പ്രസിദ്ധമായൊരു പാട്ടെന്ന് പറയുന്നത് തരളത് രാവിൽ മയങ്ങിയോ സൂര്യമാനസോ എന്നുള്ളൊരു പാട്ടാണ്. അതൊരു വലിയ നല്ല മെലഡിയാണ്. അതൊരു ഈ മമ്മൂക്കയുടെയും അമ്മയുടെയും ഒരു പലായനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ പല്ലവി, ഓരോ പല്ലവിയായിട്ട് അദ്ദേഹം ഇങ്ങനെ ട്യൂൺ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ 23 പല്ലവിയാണ് ആ പാട്ടിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയത്. ഞാനും കൈതപ്പുറം തിരുമേനിയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കുക, അന്തം വിട്ട് നോക്കുക. ഇത് ഓരോ പല്ലവി കഴിയുമ്പോഴും ഓരോന്നും ഗംഭീരമാണ്. അപ്പോൾ അടുത്ത് കേൾക്കുമ്പോൾ പഴയത് മറക്കും. ഈ 23 കേട്ട് കഴിഞ്ഞപ്പോൾ ഏതാണ് കേട്ടത്, ഇതിൽ ഏതാണ് നല്ലത്, ഏതെടുക്കാം എന്നുള്ള ഞങ്ങൾ ആ പാടെ കൺഫ്യൂഷനായി. അപ്പോൾ അവസാനം തിരുമേനി പറഞ്ഞു, കിരവാണി സാർ, ഇതിൽ ഞങ്ങൾക്കൊരു പിടി കിട്ടുന്നില്ല, ഇതിൽ ഏത് എടുക്കണം, ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. അപ്പോൾ ഞാനും പറഞ്ഞതെ ഉങ്ങൾക്ക് ரொம்ப പിടിച്ച ഒരു 5 ട്യൂൺ ചൊല്ലുങ്ക, അതിൽ ഒരെണ്ണം നമുക്കെടുക്കാം. അങ്ങനെ പുള്ളി ഒന്ന് ചിരിച്ചിട്ട് ഈ 23 എണ്ണത്തിൽ നിന്ന് 5 ട്യൂൺ അദ്ദേഹം വീണ്ടും പെട്ടിയിൽ ഇങ്ങനെ വായിച്ച് ട്യൂൺ പറഞ്ഞു. അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് തരളത് രാവിൽ മയങ്ങിയോ സൂര്യമാനസം എന്ന് പറഞ്ഞ് ഇന്നും ഏറ്റവും സൂപ്പർ ഹിറ്റായിരിക്കുന്ന ആ പാട്ട്. അപ്പോൾ അത് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് അതിൻ്റെ പല്ലവി അദ്ദേഹം അന്ന് പാടി കേൾപ്പിച്ചു. അന്ന് തന്നെ അദ്ദേഹം അതിൻ്റെ ചരണവും സെക്കൻഡ് ചരണമൊക്കെ റെഡിയാക്കി. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പം അദ്ദേഹം ഒരു റെക്കോർഡ് ചെയ്ത് തന്നു. അങ്ങനെ അതും കൊണ്ട് അപ്പം മറ്റ് 2 പാട്ടുകളുടെയും ഏകദേശം ആ സമയത്ത് കമ്പോസിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാങ്ക്രോയിൽ പോയി. അപ്പോൾ ആ സമയത്ത് ഈ പടത്തിന് ടൈറ്റിൽ ഇട്ടിട്ടില്ല, കഥയൊക്കെയായി, പലരും പല ടൈറ്റിലും പറയുന്നുണ്ട്. അപ്പം മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ പേര് പുട്ടു റിമീസ് എന്നാണ്. പുട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയും പുട്ടു റിമീസ് എന്നാണ്. അപ്പോൾ പലരും പറഞ്ഞു പുട്ടു റിമീസ് എന്നിട്ടാലോ. ആ പുട്ടു റിമീസ് എന്നിട്ട് കഴിഞ്ഞാൽ ഒരു കോമഡി സിനിമ പോലെ തോന്നത്തില്ല. ഇത്ര ഒരു സീരിയസ് ആയിട്ടൊരു സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് പോരാ എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കൈതപ്പുറം ഈ പാട്ട് എഴുതാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് പോയി. ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൈതപ്പുറം റൂം ടു റൂം ഫോൺ വിളിച്ചു. അപ്പോൾ നമുക്കൊരു 4 വരി ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ എന്ന് പറഞ്ഞു.
ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൈതപ്പുറം നേരെ എൻ്റെ മുറിയിലോട്ട് വന്നു, ടേപ്പ് റെക്കോർഡ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ അദ്ദേഹം ആ ടേപ്പ് റെക്കോർഡിലെ ട്യൂൺ ഇട്ടിട്ട് ആ ട്യൂണനുസരിച്ച്, കൈതപ്പുറത്തിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്, പാടുന്ന ആളാണ്, അദ്ദേഹം കച്ചേരികളൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്, അദ്ദേഹം പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മ്യൂസിക് ചെയ്തിട്ടില്ല, അതിനുശേഷം അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് മാറി. അപ്പോൾ അദ്ദേഹം ഈ 4 വരി പാടി കേൾപ്പിച്ചു. തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴി അറിയാതെ വിതിമ്പിയോ മേഘനൊമ്പരം എന്ന് പറഞ്ഞൊരു ലൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞ തിമനി, ഇതിപ്പോൾ എനിക്ക് ഈ പാട്ട് മാത്രമല്ല, പാട്ട് ഗംഭീരമായിട്ടുണ്ട്, ഈ പടത്തിൻ്റെ ടൈറ്റിലും ഇതിലൂടെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ തിമനി വെച്ച് എന്തൊരു, ഞാൻ സൂര്യമാനസം, ആ പുട്ടുറുമീസിൻ്റെ മനസ്സാണ്, ആ തിളയ്ക്കുന്ന ആ ഒരു മനസ്സ്, ആ മനസ്സാണ്, അതാണ് എൻ്റെ കഥ. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈറ്റിലാണ് സൂര്യമാനസം. അപ്പോൾ തന്നെ ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു പറഞ്ഞു, മമ്മൂക്കയോടും പറഞ്ഞു, മമ്മൂക്ക ഞാൻ ഗംഭീര ടൈറ്റില്ല, അത് തന്നെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് സൂര്യമാനസം എന്നൊരു പേരുണ്ടാകുന്നത്. നമുക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പല ഡയറക്ടേഴ്സും, അതിൻ്റെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു നല്ല രസമുണ്ട്. ഈ പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബാലേന്ദ്ര മേനോൻ സാറ്, അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, അദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം എഴുതിയ വരി ഒരു മൂളണമെങ്കിൽ 3 മൂളണമെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യേണ്ട ആളാണ് ബാലേന്ദ്ര മേനോൻ സാർ. അതിലോട്ട് ഞാൻ വരാം, അത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളിൻ്റെ മുമ്പിലാണ് ഇദ്ദേഹം ഇത് അഭിനയിക്കുന്നത്, ഒരു വരി പോലും പ്രോംപ്റ്റ് ചെയ്യാതെ. അതുപോലെ തന്നെ വേറൊരു രസകരമായ സംഭവമുണ്ട്. ബാലേന്ദ്ര മേനോൻ സാർ, ഞാനില്ല, മേനോൻ സാർ പറഞ്ഞൊരു സംഭവം,